ത്തിൻ്റെ അധികാരവും അവകാശവും ഞാൻ നിങ്ങൾക്ക് തരുക. ഒരു ഭയങ്കര അനുഭവമായിരുന്നു, വലിയ അനുഭവമായിരുന്നു. ആ സ്നാനത്തിൻ്റെ സാക്ഷ്യമാണ് ഞാനീ പറയുന്നത്. എന്നിട്ട് കർത്താവ്, ഞങ്ങൾക്കറിയാം ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു മതത്തിൽ ചേരാനുള്ളതല്ല. ഇത് കർത്താവിനോടുകൂടി മരിച്ചടക്കപ്പെട്ട് കർത്താവിൻ്റെ അധികാരവും അവകാശവും നമുക്ക് തന്ന് അനേകം മക്കളെ രക്ഷിക്കാനായിട്ടുള്ള കർത്താവിൻ്റെ നടപടിയാണിത്. കർത്താവിനോട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഈ ജീവിതം അങ്ങയുടെ മുമ്പിലാണ്, അവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്താലും, ഞങ്ങൾ പുറത്തിറങ്ങിയാലും, ഞങ്ങൾ എവിടെ പോയാലും, എന്തിനു പോയി കഴിഞ്ഞാലും കർത്താവിൻ്റെ ആ അനുസരണയെ മാത്രം പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒന്നുമില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ കൂടെയുള്ള പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഒരു സ്നേഹിക്കാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ട്. കർത്താവ് വളരെ സിമ്പിളാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണേ. ദൈവത്തെ ഓർത്ത് കർത്താവ് ഇത്രയും പറയാനായിട്ട് കർത്താവ് അവസരം ഒരുക്കി തന്നതിനായിട്ട് കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇത് ശരിക്കും പറയാൻ ഞങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തതല്ല, കർത്താവ് പറയിപ്പിച്ചാണ്. കർത്താവ് ഇത്രയും പറയാൻ ആഗ്രഹിച്ചു, അത് നിങ്ങളുമായിട്ട് പങ്കിട്ടു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഈ കർത്താവ്, നമുക്കൊന്നും വേണ്ട, നമുക്ക് വേറെ ഒന്നും വേണ്ട, കർത്താവിൻ്റെ സ്നേഹം മാത്രം മതി, കർത്താവ് മാത്രം മതി. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് വന്ന് ഒരു 2 ലൈൻ ഒന്ന് പറയാം. നിങ്ങൾ ഒരു കാര്യം ഓർക്കണേ, പറയുമ്പം ഹൃദയത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ അനുഭവം അതിൽ നിന്നുണ്ടാവും. തീർച്ചയാണ്. ഒരു കപടമായിട്ടുള്ള ഹൃദയം, ഒരു ഹിപ്പോക്രസി കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് ചെന്നാൽ ഒരിക്കലും കർത്താവ് അടുത്ത് വരത്തില്ല. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല കർത്താവെ, തുറന്നു പറയുക. സ്നേഹിക്കാനുള്ള കൃപ കർത്താവ് തരും. അതേസമയം നമുക്ക് സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം അല്ലാതെ നമ്മൾ നേരെ കയറി കർത്താവിൻ്റെ അടുത്ത്, കർത്താവെ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവിനെ അറിയാം നമ്മളെ, കർത്താവ് അടുത്ത് വരത്തില്ല. അതിലും നല്ലത് നമ്മൾ നേരെ അടുത്ത്, കർത്താവെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൃപയ്ക്ക് സ്നേഹിക്കണം. ആ കർത്താവിൻ്റെ സ്നേഹം ഒന്നിറങ്ങി വന്നു കഴിഞ്ഞ് നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാമായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളികളെ, രോഗാവസ്ഥ, കടബാധ്യത, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ഇതെല്ലാം മാറിപ്പോവും കർത്താവിൻ്റെ ആ സ്നേഹം കർത്താവ് വന്ന് നിറഞ്ഞാൽ. അതുകൊണ്ട് ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് എൻ്റെ കർത്താവേ എനിക്ക് കർത്താവ് മാത്രം മതി എന്ന് ഒരു 2 ലൈൻ അത് മാത്രം നമുക്കൊന്ന് പാടാം. പിതാവേ, ഞങ്ങൾ ഈ 2 ലൈൻ, വെറുതെ 2 ലൈൻ മാത്രം പാടുമ്പോൾ പിതാവേ, ആമേൻ, അവിടുന്നും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരുമായ ഞങ്ങളുടെ എല്ലാമായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും ഞങ്ങളുടെ സന്തത സഹചാരിയും കൂടി 3 പേരും കൂടി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ അവിടുത്തെ വലിയ സ്നേഹം നിറയ്ക്കണേ പിതാവേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ വിളിക്കുന്നു, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക് യേശുവേ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക് യേശുവേ. ഒരിക്കൽ കൂടി, നീ മാത്രം മതി, നീ മാത്രം മതി, ഹല്ലേലൂയ, നീ മാത്രം മതി ഞങ്ങൾക്ക്. എല്ലാവരെയും എൻ്റെ യേശു അനുഗ്രഹിക്കുന്നു. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. വന്നിടും ഞാൻ, ചേർന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. വന്നിടും ഞാൻ, ചേർന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. വന്നിടും ഞാൻ, ചേർന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. വന്നിടും ഞാൻ, ചേർന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. ശത്രുക്കൾ എന്നെ വളഞ്ഞാലും, ഘോരന്മാരെന്നെ എതിർത്താലും, ശത്രുക്കൾ എന്നെ വളഞ്ഞാലും,
ദുഷ്ടന്മാരെന്നെ എതിർത്താലും ശത്രുക്കൾ ബന്ധിച്ചു തീരെറിഞ്ഞപ്പോൾ തീയിൽ വെളിപ്പെട്ട ദൈവമുണ്ട്. ശത്രുക്കൾ ബന്ധിച്ചു എറിഞ്ഞപ്പോൾ തീയിൽ വെളിപ്പെട്ട ദൈവമുണ്ട്. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. വന്നിടും ഞാൻ, വന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. വന്നിടും ഞാൻ, വന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. ശത്രുക്കളെ നിന്നോ കീഴടങ്ങും, സർവമുഴങ്കാലും മടങ്ങിടുമേ. ശത്രുക്കളെ നിന്നോ കീഴടങ്ങും, സർവമുഴങ്കാലും മടങ്ങിടുമേ. പത്രോസെ ബന്ധിച്ചു ജയിലിലടച്ചപ്പോൾ ജയിലിൽ വെളിപ്പെട്ട ദൈവമുണ്ട്. പത്രോസെ ബന്ധിച്ചു ജയിലിലടച്ചപ്പോൾ ദൈവമുണ്ട്. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. വന്നിടും ഞാൻ, വന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. വന്നിടും ഞാൻ, വന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. അതിമയമാം രഥങ്ങൾ വരും, ദൈവത്തിൻ സേന നിരന്നിടുമേ. അതിമയമാം രഥങ്ങൾ വരും, ദൈവത്തിൻ സേന നിരന്നിടുമേ. വൈരികൾ ചേർന്നെ ബന്ധിക്കാൻ വന്നാലും മുമ്പിൽ വെളിപ്പെടും ദൈവമുണ്ട്. വൈരികൾ ചേർന്നെ ബന്ധിക്കാൻ വന്നാലും മുമ്പിൽ വെളിപ്പെടും ദൈവമുണ്ട്. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. ശദ്രക്കിൻ ദൈവമേ, മെശക്കിൻ ദൈവമേ, അബേദ്നെഗോവിൻ ദൈവമേ. വന്നിടും ഞാൻ, വന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. വന്നിടും ഞാൻ, വന്നിടും ഞാൻ യേശുവിൻ പാദത്തിങ്കൽ. ശത്രുക്കളെ നിന്നോ കീഴടങ്ങും, സർവമുഴങ്കാലും മടങ്ങിടുമേ. ശത്രുക്കളെ നിന്നോ കീഴടങ്ങും, സർവമുഴങ്കാലും മടങ്ങിടുമേ. പത്രോസെ ബന്ധിച്ചു ജയിലിലടച്ചപ്പോ ജയിലിൽ വെളിപ്പെട്ട ദൈവമുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.